അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിൻ്റെ 14ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനു വേണ്ടി ധാരാളം ഖിദ്മ ചെയ്യാൻ, അതൊക്കെ പൂർണ്ണമായും ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടെയാവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റമദാനുൽ ഷരീഫിൻ്റെ പകുതിയോട് അടുക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തറാവീഹ് നിസ്കാരവും ഖുർആൻ പാരായണവും മറ്റും നമ്മൾ ധാരാളം നടത്തുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ പകുതിയോട്, അതായത് അവസാനത്തോടടുക്കുകയാണ്. പെട്ടെന്ന് റമദാൻ നമ്മോട് യാത്ര പറയും. അതിലിടയ്ക്ക് ഈ നടുവിലെ പത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എൻ്റെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ, റബ്ബുൽ ആലമീനായ അല്ലാഹ് എന്ന് ഒരുപാട് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുന്നിൽ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പറയേണ്ട 10 ദിനങ്ങളാണ്. എത്രമാത്രം ഞാനും നിങ്ങളും അത് ഉപയോഗപ്പെടുത്തി റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് ചിന്തിക്കുന്നത് എനിക്കും നിങ്ങൾക്കും നന്നായിരിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുകയും ആദ്യത്തെ 10 പറഞ്ഞതുപോലെ ഈ നടുവിലെ 10 അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി ധാരാളമായി ചൊല്ലുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. അല്ലാഹു ജല്ല ജലാലുഹു തദ്രീബിൻ്റെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് അതിന് കാരണമായി അല്ലാഹു തദ്രീബ് ഖബൂലാക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. നമുക്ക് 197ാമത്തെ ആയത്ത് മുതലാണ് സൂറത്തുൽ ബഖറ തുടങ്ങാനുള്ളത്. ഇന്ന് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. اللهم اغفر لنا وارحمنا.
അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. എങ്ങനെ? അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത് فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. ഒന്നുകൂടെ. فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. ഓക്കെ, ശരിക്കുന്നുണ്ടോ? وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ഇവിടെ ഈ ആയത്ത് ഓതുമ്പോൾ വത്തഖൂനി യാ ഉലിൽ അൽബാബാണ്. വത്തഖൂനി നീ എന്ന് നീട്ടാൻ ഇല്ല. വത്തഖൂനി യാ ഉലിൽ അൽബാബ് അങ്ങനെ തന്നെ ആവണം കേട്ടോ. കുറേ ആളുകൾ വത്തഖൂനി യാ ഉലിൽ അൽബാബ് എന്ന് ചെറിയൊരു നീളൽ കൊണ്ട് തന്നെ അർത്ഥം ധാരാളം മാറുന്നുണ്ട് എന്നുള്ളത് താടി ആയപ്പോൾ നമുക്ക് മനസ്സിലായി. മൂക്കായപ്പോഴും കാപ്പി ആയപ്പോഴും നമുക്ക് മനസ്സിലായി അല്ലേ? അതുകൊണ്ട് വത്തഖൂനി യാ ഉലിൽ അൽബാബാണ്, വത്തഖൂനി യാ അല്ല. നോക്കിയാൽ ചെറിയൊരു നീളൽ. ليس عليكم جناح أن تبتغوا فضلا من ربكم. ഒന്നുകൂടെ നോക്കേ. ليس عليكم جناح أن تبتغوا فضلا من ربكم. اوكي. فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام. فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله നിർത്തുകയാണെങ്കിൽ ചേർക്കുമ്പോഴോ وإن كنتم من قبله لمن الضالين. നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞില്ലേ വലദ്ദാലീൻ എന്നതുപോലെ ഇവിടെയും കേട്ടോ. ആ മദ്ദിനൊരു പേര് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അതെ, മദ്ദുല്ലാസിം. കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്താണ് അതിൻ്റെ താരീഫൊക്കെ നമുക്ക് പഠിക്കാം. ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. കേട്ടോ ബാക്കി. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. اوكي. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا. نلونا ശ്രദ്ധ. ഓക്കേ. فإذا قضيتم فإذا قضيتم مناسككم പിന്നെ
فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. നമ്മൾ സാധാരണ ദുആ ചെയ്യുന്ന ദുആ ആണ് അടുത്ത ആയത്തിൽ. ഈ ആയത്തിൽ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം പറഞ്ഞു. ജാമിഉ ദുആ എന്നാണ് കേട്ടോ ഈ ദുആൻ്റെ പേര്. ജാമിഉ ദുആ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊണ്ട ദുആ. ശരിക്ക് നോക്കി ഓതാ നമുക്കൊന്ന്, എന്നിട്ട് പറയാം. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇതിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ ഈ ലോകത്ത് നല്ലതു മാത്രം തരണേ, നന്മ തരണേ. വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത് തരണേ, നല്ലത് തരണേ, പ്രതിഫലം തരണേ, കൂലി തരണേ. വഖിന അദാബന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇപ്പോൾ ഈ ദുആ ചെയ്തല്ലോ നമ്മൾ, ഇതിൽ ഉൾപ്പെടാത്തത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ജാമിഉ ദുആ, എല്ലാം ഉൾക്കൊണ്ട ദുആ. ദുനിയാവിലെയും മുഴുവൻ ഖൈറുണ്ട്, ആഖിറത്തിലെയും ഖൈറുണ്ട്. ദുനിയാവും ആഖിറവും അല്ലാത്ത വേറൊന്നുമില്ലല്ലോ അല്ലേ? ഈ ലോകം പരലോകം, ഇവിടെ രണ്ടിടത്തുമുള്ള എല്ലാ നന്മകളോട് നമ്മൾ ചോദിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട്. അതുകൊണ്ട് ഈ ദുആ ശരിക്കങ്ങ് പഠിച്ച് നിസ്കാരത്തിന് ശേഷവും നമ്മളെപ്പോൾ ദുആ ചെയ്യുമ്പോഴും ഇതും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നമ്മൾ ചോദിച്ചാൽ ഇനി വിട്ടുപോകൂല, എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ എന്തു വേണം? ദുആ ഒക്കെ ചെയ്ത് കൂലിയും ഉത്തരവൊക്കെ അങ്ങനെ കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? തെറ്റില്ലാതെ, അക്ഷരത്തെറ്റൊന്നുമില്ലാതെ ചൊല്ലണം, ചെയ്യണം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ദുആ ചെയ്യുമ്പോൾ തജ്വീദ് വേണോന്ന്? ദുആ ചെയ്യുമ്പോഴേ തജ്വീദ് വേണോന്ന്? എൻ്റെ പൊന്നു ഹബീബന്മാരെ, തജ്വീദ് എന്ന് പറഞ്ഞാൽ അക്ഷരത്തെ മാറ്റുക എന്നാണോ? അക്ഷരത്തെ കളയാൻ പറ്റുമോ? അക്ഷരത്തെ കൂട്ടാൻ പറ്റുമോ? തജ്വീദാണോ അത്? അല്ലല്ല. തജ്വീദിൻ്റെ ഡെഫിനിഷൻ, തഅരീഫ് നമ്മൾ പറഞ്ഞു. ഇതെന്താ ചെയ്യുന്നറിയോ? പരിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്. ഇത് എപ്പോൾ നമ്മൾ ഓതുമ്പോഴും അതിൻ്റെ ബഹുമാനവും ആദരവും അതിൻ്റെ മഖ്റജും അതിൻ്റെ സംഗതികളും ഉണ്ടായിരിക്കണം. ദുആ ആണല്ലോ എന്ന് വിചാരിച്ച് നോക്കി ഒന്ന് നോക്കി. ദുആ ആണല്ലോ എന്ന് വിചാരിച്ച് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞാലേ എന്ത് ദുആയാണത്? അത് ദുആയാണ്, ദുആ അല്ലേ? ദുആ അല്ല, അത് ദുആയാണ്, ദുആ. അങ്ങനെ പറയണം. ദുആ എന്ന് പറഞ്ഞാൽ അതിന് അക്ഷരങ്ങൾ മസ്റ്റല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അക്ഷരങ്ങൾ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന. ചേർത്തി ഓതുമ്പോഴേ ആ താ ഉണ്ടല്ലോ, റൗണ്ട് താ, അത് പ്യൂർ താൻ്റെ സൗണ്ടാണ് വേണ്ടത്. നിർത്തുമ്പോഴാണ് ഹസന വേണ്ടത്. ഹസന പോരാ, വഫിൽ ആഖിറതി വേണം. വഫിൽ ആഖിറതി പറ്റില്ല. വഫിൽ ആഖിറതി ഹസന, വഫിൽ ആഖിറതി. അതെങ്ങനെയാണ് ഖുർആൻ ആയത്താവുക? എന്നിട്ട് ചോദിക്കുക അതിന് അവിടെ തജ്വീദ് വേണോന്ന്. തജ്വീദാണോ വഫിൽ ആഖിറതി എന്നുള്ള പ്രശ്നം? അതിൽ നിന്ന് അക്ഷരങ്ങൾ കട്ട് ചെയ്യാണ് നമ്മൾ, എന്നിട്ട് പുതിയ അക്ഷരങ്ങൾ കൊണ്ടുവരികയാണ് നമ്മൾ. യാ റബ്ബ് റബ്ബ് റബ്ബ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وقنا ഖാഫ് വേണം. വക്കിന 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 എന്ത് വക്കിന? മക്കീന എന്നൊക്കെ പറഞ്ഞതുപോലെ അത് ആയത്തല്ല. വക്കിന വഖിന വഫിൽ ആഖിറതി ആയത്തല്ല. വഫിൽ ആഖിറതി. സുബ്ഹാനല്ലാഹ്. വീണ്ടും വീണ്ടും ഇത് പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? ഒരുപാട് ദുആ അങ്ങനെ കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഒറ്റ ശ്വാസത്തിന് ദുആ ചെയ്യാൻ കഴിയില്ലെങ്കിൽ വഫിൽ ആഖിറതി ഹസന ഹസന അത് ഭാഷാ നിയമം കൂടെയാണ്. എന്ത്? ആ തായിൽ നിർത്തുമ്പോൾ ഹായിലാണ് വേണ്ടത് എന്ന്. ഇത് ഹസന ഹസന വഖിന. ഓ, ഇത്ര പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവർക്കും അല്ലേ എങ്ങനെ ദുആ ചെയ്യണത്? നമ്മൾ ഒരുമിച്ചൊന്നും വരുന്നത് എല്ലാവരും ഒന്ന് കൈ ഇങ്ങനെ പിടിച്ചു നോക്കി. ഈ ജാമിഉ ദുആ തുറക്കാം നമുക്ക്. ഒരുമിച്ചിട്ടോ, ഒറ്റ ശ്വാസത്തിന് ആദ്യം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റെഡിയല്ലേ? ഞാൻ നിർത്താം. എവിടെ? വഫിൽ ആഖിറതി ഹസന. അവിടെ നിർത്തട്ടോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ശരിയല്ലേ? അങ്ങനെ വേണം. أولئك لهم نصيب مما كسبوا والله سريع الحساب. ഇനി ബാക്കി واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. اوكي. واذكروا الله في ايام معدودات. واذكروا الله في ايام معدودات. പിന്നെയോ فمن تعجل അങ്ങനെ فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى. ഫലാ ഇസ്മൻ്റെ സാണ്ട് കേട്ടോ. താഇനു മേലൊരു പുള്ളി വരുമ്പോഴുള്ളത് സ എന്നറിയണേ. സീസു അസ് കൗസറു പറയൂ കാറ്റു വരുന്നൊരു സയാണേ. സീസു സീസു. അപ്പോൾ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലിമൻ ഇത്തഖാ. ലിമൻ ഇത്തഖാ പറയാൻ പറ്റില്ല. ലിമൻ ഇത്തഖാ ലിമൻ ഇത്തഖാ മീമും വരാൻ പാടില്ല കേട്ടോ. വത്തഖുല്ലാഹ വഅലമൂ അന്നകും ഇലൈഹി തുഹ്ശറൂൻ. പിന്നെയോ ومن الناس من يعجبك قوله في الحياة الدنيا. يعجبك قوله ശ്രദ്ധിക്കണം. ويشهد الله على ما في قلبه وهو ألد الخصام.
وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل. أوكي. وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. يعني والله لا يحب الفساد. وإذا قيل له اتق الله ഓക്കെ وإذا قيل له اتق الله അവിടെ ഇത്തഖില്ലാഹ പറയാം. ആരോ ഒരാളെ وإذا قيل له اتق الله പറഞ്ഞോ അല്ലാഹു എന്നുള്ളതിന് മുന്നിൽ ഫത്ഹോ ദമ്മോ വന്നാൽ പറയുക നൂറല്ലാഹി റസൂലുള്ളാഹി ഇലല്ലാഹ് എന്നാൽ കസ്റാണി വിധം അല്ലാഹ് എന്നതിന് മുന്നിൽ വന്നാൽ ബിസ്മില്ലാഹ് നൂറില്ലാഹി റസൂലില്ലാഹി വലില്ലാഹിൽ ഹംദു ലില്ലാഹ് അവിടെയൊക്കെ തർഖീഖ് ചെയ്ത് അവിടെയൊക്കെയോ തഫ്ഖീമും ചെയ്ത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, ഖാഫിന് കസ്റായതുകൊണ്ട് وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم اللهم إنا نعوذ بك من عذاب جهنم പടച്ചോനെ കാക്കണേ. ولبئس المهاد. അടുത്തതോ ومن الناس من يشري نفسه يشتري ഇല്ലട്ടോ من يشري نفسه ابتغاء يعني نفسه ابتغاء مرضات الله والله رؤوف بالعباد. അള്ളാഹുവിൻ്റെ അബദുകളോട് റഅഫത്തുള്ളവനാണ്, നല്ല വാത്സല്യവും വിനയവും കാണിക്കുന്നവനാണ്. അള്ളാഹുവേ അങ്ങനെയുള്ള ഇബാദുകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ബാക്കി يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. Okay. يا أيها الذين آمنوا ادخلوا في السلم كافة മദ്ദുൽ ലാസിം വലദ്ദാല്ലീൻ എന്നൊക്കെ പറഞ്ഞെടുത്തുള്ള ആ മദ് ഇവിടെയുണ്ട് കേട്ടോ. വലാ തത്തബിഉ പിന്നെയോ ഖുതു ഖുതു അല്ല ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ فإن زللتم من بعد ما جاءتكم البينات فاعلموا فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. കുറച്ചുകൂടെ നാം سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا
والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب صدق الله العظيم. Okay. سل بني إسرائيل كم آتيناهم من آية بينة. സൽ ബനി ഇസ്രായീല മദ്ദുകൾ രണ്ടെണ്ണം. കം ആത്തൈനാഹുമാണ്, കം ആത്തൈനാഹും അല്ല. മിൻ ആയത്തിൻ ആണ്, മിൻ ആയത്തിൻ എന്നല്ല. അപ്പോൾ സൽ ബനി ഇസ്രായീല കം ആത്തൈനാഹും മിൻ ആയത്തിൻ എന്ന് പറ്റില്ല. സൽ ബനി ഇസ്രായീല കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിനഹ വേണം. ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا. അവിടെ ചെറിയൊരു മീം ഉണ്ടോ? ചില മുസ്ഹഫുകളിലൊക്കെ ഉണ്ടല്ലേ. വഖഫ് സുന്നത്തു മുഅക്കദ, നിർത്തൽ ശക്തിയായ സുന്നത്തുള്ള സ്ഥലമാണ്, അത്യാവശ്യമാണ്, അവിടെ നിർത്തിക്കോളണം. എന്നിട്ട് വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമഹ വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. പിന്നെയോ കാന الناس أمة واحدة فبعث الله النبيين مبشرين. കാന الناس കഴിഞ്ഞ് ഉമ്മത്തൻ ശദ്ദുള്ള മീമിൻ്റെ ഗുന്നത്ത് മറന്നു പോകരുത്. വാഹിദതൻ ഫബഅസ ഡോ മുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുമുൽ കിതാബ ബിൽഹഖ് ലിയഹ്കുമ ബൈനൻ നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم. وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم. ശ്രദ്ധിക്കണം കേട്ടോ. فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. صراط مستقيم لصاد أم حسبتم أن تدخلوا الجنة ولما يأتكم എന്നുണ്ട് അവിടെ. യഅ്തീക്കും ഇല്ലല്ലോ, ഇല്ല. യഅ്തിക്കും മസലു الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين
ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. എങ്ങനെ? മതാ നസ്റുല്ലാഹ്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ് സദഖല്ലാഹുൽ അളീം. അല്ലാഹുവേ ഖബൂലാക്കണേ പടച്ചവനെ. അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ. അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ കൂട്ടുകാർ, കുടുംബക്കാർ, ഭാര്യ, സന്താനങ്ങൾ, ഇഷ്ടജനങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ചവർ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. എല്ലാവർക്കും ഞങ്ങൾക്കും നീ ഖൈർ തുറന്നു തരണേ അല്ലാഹ്. ഷർറുകളെ തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസവും പ്രതിസന്ധികളും അല്ലാഹുവേ റമദാനിൻ്റെ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. വലിയ അസുഖങ്ങളൊന്നും തന്ന് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഒരുപാട് വലിയ വലിയ അസുഖങ്ങളുള്ളവർ ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ട് അല്ലാഹുവേ. ബന്ധപ്പെട്ടവരിലുണ്ട്. പ്രത്യേകിച്ച് ഈ തദ്രീബ് കുടുംബത്തിലെ പലരുടെയും ബന്ധുക്കളും മറ്റുമായി ഉണ്ട്. എല്ലാവർക്കും നീ പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. മക്കളെ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. മരിച്ചുപോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബങ്ങളോടൊപ്പം ഞങ്ങളുടെ അഹ്ലുകാരോടൊപ്പം നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله